ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 66-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് നാമയാനം ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായാ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ ഷഡ്ഷഷ്ഠി ശ്ലോകഃ. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതഃ ശാന്തിർ അശാന്തസ്യ കുതഃ സുഖം. ഇന്ദ്രിയങ്ങളെ വശത്താക്കാത്തവന് സമബുദ്ധി ഉണ്ടാകുന്നില്ല, ഏകാഗ്രതയും ഉണ്ടാകുന്നില്ല. ഏകാഗ്രത ഇല്ലാത്തവന് ശാന്തി ഉണ്ടാകുമോ? ശാന്തി ഇല്ലാത്തവന് പിന്നെ എവിടെയാണ് സുഖം? നാമത്തിലേക്ക് വരാം. നാമം 508. അതിഗർവിത. അതിവർത്തനമായിരിക്കുന്ന ഗർവമുള്ളത് ഏതൊരു ദേവിക്കാണോ ആ ദേവിയെ അതിഗർവിത എന്ന് വിശേഷിപ്പിക്കാം. ഗർവ് എന്നാൽ മതം, അഭിമാനം, പൊങ്ങച്ചം, സ്വയമുള്ള മിഥ്യാബോധം എന്നൊക്കെ അർത്ഥങ്ങളാണ് കേട്ടോ. ഏതൊന്നും അതിയായിട്ടുണ്ടാകുമ്പോൾ അതിനൊരു വിപരീത ശക്തി ഉണ്ടാവും. ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? മേധസ്സാണ് അല്ലേ? പീതവർണ്ണമായിട്ടുള്ള മേധസ് അധികമാകുമ്പോൾ അത് ഗർവമായിട്ട് പ്രതിഫലിക്കുന്നു. ഗർവം ശാരീരികമാണെങ്കിൽ ദുർമേധസ്സിലേക്കും ആന്തരികമാണെങ്കിൽ അഹങ്കാരത്തിലേക്കും നയിക്കുന്നു. അഹങ്കാരം എന്നാൽ ഗർവം. എന്നാൽ ഇവിടെ അങ്ങനെയുള്ള വിപരീത ശക്തികളുടെ മേലുള്ള നിയന്ത്രണമാണ് വ്യംഗ്യം. അതുകൊണ്ടാണ് അതിഗർവിത എന്ന് പറയുന്നത്. അതായത് ഗർവിന് അതിയായിട്ട് നിൽക്കുന്നവളാണ് ദേവി എന്ന് വ്യാഖ്യാനം. സംശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തിന് മാത്രമാണ് ഗർവിനെ അതിജീവിക്കുവാൻ കഴിയുക. കുറച്ചുകൂടി വിവരിക്കുമ്പോൾ ഗർവമുള്ളവരെയാണ് ഗർവിതർ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ? ശരീരസ്ഥിതമായിട്ടുള്ള ഈ ദേവീ പ്രഭാവം ഗർവിനെ അതിജീവിച്ചവളാണ്. അതുകൊണ്ടാണ് അതിഗർവിതയായിട്ട് മാറിയത്. മേധസ് മൂലമാണ് ഒരാളിൽ ഗർവം അനുഭവപ്പെടുന്നത്. ശരീരത്തിൽ മേധസ്സും കൂടി ചേരുമ്പോഴാണ് അതിന് പൂർണ്ണത ഉണ്ടാവുന്നത്. ആ ബോധത്താലാണ് അഭിമാനമോ അഹങ്കാരമോ ഉണ്ടാവുന്നത്. സ്വയമായിട്ടുള്ള മിഥ്യാബോധം ശരീരാധിഷ്ഠിതമാണ്. താനൊരു ശരീരമാണല്ലോ എന്ന ചിന്ത മൂലമാണ് അങ്ങനെയുള്ള മിഥ്യാബോധങ്ങൾ ഉള്ളെടുക്കുന്നത്. ഭൂരിപക്ഷ മനുഷ്യർക്കും മരണം വരെ ഈ മിഥ്യാബോധം ഉണ്ടാവുക തന്നെ ചെയ്യും. എന്തൊക്കെ തത്വങ്ങൾ നിർത്തുകയാണെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിലും ആത്യന്തികമായിട്ട് താനൊരു ശരീരമാണല്ലോ എന്ന ചിന്ത അത്ര എളുപ്പമൊന്നും നമ്മെ വിട്ടുപോകില്ല. ഭൗതിക ലോകത്ത് ഭൗതികമായിട്ട് ജീവിക്കുമ്പോൾ അതും അത്യാവശ്യം തന്നെയാണ്. നാമം 856 എത്തുമ്പോൾ ഗർവിതയെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഗർവം അവിടെ വിഷയമാവുന്നുണ്ട്. ശരീരത്തിന് പൂർണ്ണത വരുത്തുന്നതിനോടൊപ്പം അതിയായിട്ടുള്ള ആ മേധസ് മനസ്സിനെ കൂടെ അപഹരിക്കുകയാണ്. അങ്ങനെയുള്ള അപഹാരം ചെയ്യുന്നത് മേധസ്സിൽ വ്യാപിച്ചിരിക്കുന്ന ശക്തിയാണ്. ഗർവിനെ അപഹാരം ചെയ്യുന്നത് മൂലം, ഗർവിന് അതിയായിട്ട് വർത്തിക്കുന്നത് മൂലം അതിഗർവിതയായി മാറുന്നു. എന്നാൽ പ്രകൃതിയുടെ പ്രകൃതത്തിൽ ലീനമായിട്ട് ലൗകികതയിൽ തിരിയുന്നത് മൂലം തന്നിലെ ശക്തിയെ തിരിച്ചറിയാതെ ഗർവത്തിന് വിധേയമായിട്ട് വർത്തിക്കുകയാണ് മനുഷ്യൻ. ഭക്തിയിലൂടെ ശ്രദ്ധിക്കുമ്പോഴോ ഈ പറഞ്ഞ അർത്ഥങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഗർവിതാനാം യാ അതിവർത്തതേ സാ അതിഗർവിത എന്നാണ് പ്രമാണം. ഏതൊരുവളാണോ ഗർവിതരെ അതിക്രമിക്കുന്നത്, ഏതൊരുവളാണോ ഗർവിതർക്ക് അപ്രാപ്യമായിട്ട് നിലകൊള്ളുന്നത്, അവളെ അതിഗർവിത എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വന്തം ശരീരത്തെക്കുറിച്ച് അമിതമായ ബോധമുള്ളവരും തൻ്റെ അറിവിൽ അഹങ്കരിക്കുന്നവരും ദേവി എന്ന ശക്തിയെ അറിയുന്നതിൽ അമ്പയെ പരാജയപ്പെട്ടു പോകുന്നു. ഫലത്തിൽ ഗർവിതരേക്കാളും വലിയ ഗർവിതയായിട്ട് ദേവി വിരാജിക്കുകയാണ്. ഭക്തിവാദിയും യുക്തിവാദിയും വളരെ സമർത്ഥമായിട്ട് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് ഇല്ലേ? നാമം ഇനി അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത അതി ഒഴിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഏതൊന്നും അതിയാവണ്ട, മിതമായാൽ മതി അല്ലേ? നമസ്കാര ശബ്ദം. ഓം അതിഗർവിതായേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.